ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കുന്നത് 2ാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു സാദിസ് 6ാമത്തെ പാഠം. എന്താണ്? അസ്സലാത്തുൽ മഖ്ബൂല, സ്വീകരിക്കപ്പെടുന്ന നിസ്കാരം. നിസ്കാരം സ്വീകരിക്കപ്പെടാൻ എന്ത് വേണം? ഷർത്തുകൾ പാലിക്കണം. അപ്പം നിസ്കാരത്തിൻ്റെ ഷർത്തുകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ പാഠത്ത് പറയുന്നത്. നിസ്കാരത്തിന് ഷർത്തുകൾ 5 എണ്ണമുണ്ട്. അപ്പോൾ ഇതൊരു ബൈത്ത് രൂപേണാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ബൈത്ത് പഠിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ 1, 2, 3 അങ്ങനെ ഓർഡറിൽ തന്നെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം ശരിയാവണ്ടേ, ഷർത്തുകൾ 5 പഠിക്കണ്ടേ, ചെറുതും വലുതും അശുദ്ധികളെ ശുദ്ധി വരുത്തൽ ഒന്നല്ലേ. അപ്പം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 5 നമുക്ക് പഠിക്കണ്ടേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്നെന്താണ്? ചെറുതും വലുതുമായ അശുദ്ധികൾ ശുദ്ധി വരുത്തൽ. ശുദ്ധി വരുത്തൽ. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഒലൂ ചെയ്യൽ. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഒലൂ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കൽ. അപ്പം അതൊക്കെ ചെയ്യണ്ടേന്നാണ് ഇവിടെ. അതായത് നിസ്കരിക്കാൻ ഒലൂ വേണം, കുളി നിർബന്ധമുള്ളവർ കുളിച്ചതിന് ശേഷം വേണം ഒലൂ ചെയ്യാൻ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ചെറുതും വലുതും അശുദ്ധികളെ ശുദ്ധി വരുത്തൽ ഒന്നല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് ഏതാണ്? നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്ത് ഏതാണ്? ചെറുതും വലുതും അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തൽ 1. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ദേഹം വസ്ത്രം സ്ഥലവുമെല്ലാം ശുദ്ധി വരുത്തൽ 2. ദേഹം വസ്ത്രം സ്ഥലമെല്ലാം ശുദ്ധി വരുത്തൽ, അതായത് നമ്മുടെ ശരീരം, അതിനാണ് ദേഹം എന്ന് പറയുന്നത്. വസ്ത്രം എന്ന് പറഞ്ഞാലോ നമ്മൾ അപ്പോൾ ധരിച്ച വസ്ത്രം. പിന്നെ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം, ദേഹവും വസ്ത്രവും. അപ്പോൾ ദേഹം വസ്ത്രം സ്ഥലവുമെല്ലാം ശുദ്ധി വരുത്തലാണ് 2. അപ്പം എന്താണ് രണ്ടാമത്തത്? എന്ത് ചെയ്താ നമുക്ക്? ദേഹവും വസ്ത്രവും സ്ഥലവും ശുദ്ധി വരുത്തൽ. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ രണ്ടാമത്തേത് ഏതാണ്? ദേഹവും വസ്ത്രവും സ്ഥലവും ശുദ്ധി വരുത്തൽ 2. മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തത് എന്താണ്? ഔറത്തെല്ലാം ശരിയായി തന്നെ മറക്കൽ 3. ഔറത്തെല്ലാം ശരിയായി മറക്കൽ, അതാണ് 3. അപ്പം ഔറത്ത് മറക്കൽ മൂന്നാമത്തെ ഷർത്താണ് നിസ്കാരത്തിൻ്റെ ഔറത്ത് മറക്കൽ. അപ്പം ഔറത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ മൂന്നാമത്തത്. മനസ്സിലാക്കുക. ഇനിയോ? നിസ്കാരത്തിൻ സമയങ്ങൾ ആയെന്നറിയൽ 4. അപ്പം എന്താണ് നിസ്കാരത്തിൻ്റെ ഷർത്ത്? നാലാമത്തത് എന്താണ്? നിസ്കാരത്തിൻ്റെ സമയങ്ങൾ ആയെന്നറിയൽ. അപ്പം സമയങ്ങൾ ആയെന്നറിയൽ, സമയമായെന്നറിയലാണ് നിസ്കാരത്തിൻ്റെ നാലാമത്തെ ഷർത്ത്. മനസ്സിലാക്കുക. 5 എന്താണ്? മക്ക നാട്ടിലെ കഅബയുടെ നേരെ തിരിയൽ 5. മക്ക നാട്ടിലെ കഅബയുടെ നേരെ തിരിയൽ, അതായത് കിബിലയിലേക്ക് തിരിയൽ. നമ്മൾ നിസ്കാരത്തിൽ കിബിലയിലേക്ക് തിരിഞ്ഞു വേണം നിൽക്കാൻ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മക്ക നാട്ടിലെ കഅബയുടെ നേരെ തിരിയൽ, അതാണ് 5ാമത്തെ ഷർത്ത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്നും കൂടി പാടാം. എനിക്ക് ട്യൂണ് കിട്ടുന്നില്ല കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ ആരും കളിയാക്കല്ലേ കേട്ടോ. എന്താ വെച്ചാൽ അക്ഷരങ്ങളൊക്കെ പുതിയ ലിപിയിലേക്ക് വന്നതുകൊണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ശരീരം വസ്ത്രം സ്ഥലവുമെല്ലാം ശുദ്ധി വരുത്തൽ എന്നൊക്കെ ആയിരുന്നു. അതിപ്പോൾ ദേഹം വസ്ത്രം സ്ഥലവുമെല്ലാം എന്നൊക്കെ ആയിട്ട്. അപ്പോൾ അക്ഷരത്തെറ്റുകളോ അർത്ഥങ്ങളൊന്നും മാറുന്നില്ല. അത് വേർഡ്സുകൾ മാറ്റിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് തന്നെ പല കാര്യങ്ങളും പറയില്ല, ശരീരം, ദേഹം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെയുള്ള മാറ്റങ്ങളുള്ളൂ. അപ്പോൾ ഒന്ന് എല്ലാവരും ഉമ്മമാരൊക്കെ ഒന്ന് കുട്ടികളെ കൊണ്ട് അവർക്ക് കഴിയുന്ന ഈണത്തിലൊക്കെ പാട്ട് പാടി പഠിപ്പിക്കുക, ബൈഹാർട്ടായിക്കുക. അപ്പോൾ ഓരോന്ന് ഷർത്തുകൾ ചോദിച്ചാൽ അവർക്ക് പാട്ട് പാടി നോക്കി എഴുതാൻ കഴിയും. മനസ്സിലാക്കുക കേട്ടോ. അപ്പം എന്താണ്? നിസ്കാരം ശരിയാവണ്ടേ,
ഷർത്തുകൾ അഞ്ചും പഠിക്കണ്ടേ. ചെറുതും വലുതും അശുദ്ധികളെ ശുദ്ധി വരുത്തൽ ഒന്നല്ലേ. ദേഹം വസ്ത്രം സ്ഥലമെല്ലാം ശുദ്ധി വരുത്തൽ രണ്ടല്ലേ. ഔറത്തെല്ലാം ശരിയായി തന്നെ മറക്കൽ മൂന്നല്ലേ. നിസ്കാരത്തിൻ സമയങ്ങളായെന്നറിയൽ നാലല്ലേ. മക്ക നാട്ടിലെ കഅബയുടെ നേരെ തിരിയൽ അഞ്ചല്ലേ. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനിയാ നിങ്ങൾ അതിൽ നിന്നുള്ള ചെറിയ പദങ്ങളാണ് ഇവിടെ വന്നത്. അശുദ്ധി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇംഗ്ലീഷ് തന്നത്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളായതുകൊണ്ടാണ് അങ്ങനെ തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എന്താണ് അശുദ്ധികൾ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ അറബി പഠിക്കുമ്പം ആ രീതിയിൽ വേണം മനസ്സിലാക്കി വെക്കാൻ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കുട്ടികളായതുകൊണ്ട് അത് നിങ്ങൾക്ക് അർത്ഥം മീനിങ് ആയിട്ട് പറയുന്നതാണ് ഇത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മീനിങ് മനസ്സിലാക്കി പഠിക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. പിന്നെന്താണ് നെക്ര, ഇവിടെ എന്താ പറയുന്നത്? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു. അപ്പോൾ അത് ഓർഡറിൽ ഇവിടെ തന്നിട്ടുണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക, നജസിൽ നിന്ന് ശുദ്ധി വരുത്തുക, ഔറത്ത് മറക്കുക, സമയം ആയെന്നറിയുക, കിബിലക്ക് മുന്നിടുക. ഇതാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 എണ്ണം. അപ്പോൾ നമ്മൾ ബൈത്ത് പാടുമ്പോൾ എന്താ പറഞ്ഞത്? ചെറുതും വലുതുമായ അശുദ്ധികൾ. അത് തന്നെയാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഷോർട്ടാക്കി പറയുകയാണത്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക. പിന്നെന്താ? ദേഹം, വസ്ത്രം, സ്ഥലം. അങ്ങനെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ നിസ്കരിക്കുമ്പോൾ. അതിനാണ് നജസിൽ നിന്ന് ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കുക. പിന്നെ ഔറത്ത് മറക്കുക. ഔറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. നിസ്കാരത്തിൽ പുറത്ത് കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും കാണിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഔറത്ത്. അപ്പോൾ ഔറത്ത് മറക്കുക എന്ന് പറയണം. പിന്നെ സമയമായെന്നറിയണം. ളുഹർ ബാങ്ക് കൊടുത്താലാണ് നമ്മൾ ളുഹർ നിസ്കരിക്കാവൂ. അപ്പോൾ ളുഹറിൻ്റെ സമയമായെന്നറിയണം. അതാണ് 4ാമത്തെ ഷർത്ത്. പിന്നെ കിബിലക്ക് മുന്നിടുക, അതായത് കിബിലയിലേക്ക് തിരിഞ്ഞു വേണം നിസ്കരിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. എഴുതാനൊക്കെ പഠിക്കണം കേട്ടോ. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് 4ാമത്തത് ഏതാന്ന് ചോദ്യം വരാം. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്? നിസ്കരിക്കുമ്പോൾ എവിടേക്കാണ് തിരിയേണ്ടത് എന്ന് ചോദ്യം വന്നാൽ എന്ത് ചെയ്തു? കിബിലയിലേക്കാണ് തിരിയേണ്ടത്. കിബില, നമ്മുടെ കിബില എവിടെയാണ്? മക്ക നാട്ടിലെ കഅബയാണ്. മക്ക നാട്ടിലെ കഅബയാണ് നമ്മുടെ കിബില. മനസ്സിലാക്കട്ടോ. നിസ്കരിക്കുമ്പോൾ ശുദ്ധി വരുത്തണം. എന്തെല്ലാം കാര്യങ്ങളാണ് ശുദ്ധി വരുത്തേണ്ടത്? ദേഹം, വസ്ത്രം, സ്ഥലം, അതൊക്കെ ശുദ്ധി വരുത്തണം. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാഠത്തുനിന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം. ദഫ്തർ തോലിബിൽ എന്തൊക്കെയാണ് വന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ വന്നത്? അദ്ദർസ് സാദിസ് 6ാമത്തെ പാഠത്തുനിന്ന് അസ്സലാത്തുൽ മഖ്ബൂല, നംലൗൽ ബാലൂനാത്ത്. ഇവിടെ താഴെ ഒരു ബലൂണുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഷുറൂത്തുസ്സലാത്ത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. ഷുറൂത്തുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്? 5 എണ്ണാണ്. അപ്പം അത് ചോദ്യം വരും. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5. നമുക്കിവിടെ താഴെ ഉണ്ട്. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് പാഠം എടുക്കാൻ വേണ്ടിയിട്ട് മുമ്പ് എടുത്ത് പഠിക്കുന്നൊന്നുമില്ല. എന്നുവെച്ചാൽ എനിക്ക് അതിനൊന്നും സമയമില്ല. നിങ്ങൾക്ക് മുമ്പ് എടുത്ത് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊന്നും സമയമില്ല. ഇപ്പം തന്നെ മറ്റു ക്ലാസ്സുകാരൊക്കെ ചോദിച്ചു വരുന്നുണ്ട്, നിങ്ങളെന്താ ഞങ്ങളെ ക്ലാസ്സിൻ്റെ വീഡിയോ ചെയ്യാത്തത്? 8ാം ക്ലാസ് 9 ഞാൻ ചെയ്യുന്നില്ല. സമയമാണ് എൻ്റെ പ്രശ്നം, അല്ലാതെ എടുത്തു തരാൻ അറിയായിട്ടല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്താണ് ഇത്? നമ്മൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 1, 2, 3, 4, 5 ഓർഡറിൽ ഇങ്ങനെ എഴുതണം. അപ്പോൾ നമ്മൾ പാഠബുക്കിൽ കണ്ടു 5 എണ്ണം. അത് 5 ബലൂണുകളിലായിട്ട് ഓരോ നമ്പറിൻ്റെ നേരെ എഴുതി അവിടെ പൂർത്തിയാക്കുക. അതാണ് 1ാമത്തെ വർക്ക്. പിന്നെ നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്? 5 ആകുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് 5 ആകുന്നു എന്ന്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. എഴുതുക, മനസ്സിലാക്കുക, പഠിക്കുക. 5 എന്നത് ഇങ്ങനെ അറബിയിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക?
അപ്പോൾ ഇവിടെ നമ്മൾ 5 ആകുന്നു എന്ന് പറയണോണ്ടാണ്. അപ്പോൾ 5 എന്നത് എഴുതുമ്പോഴേ ഇവിടെ 2 ജീമ ചേർത്ത് എഴുതണം. മനസ്സിലാക്കുക. ഇവിടെ 3 പുള്ളി, മുകളിലൊരു പുള്ളി, പിന്നെ ഇതിന് ഉള്ളിൽ 3 പുള്ളി ഇടുക, മുകളിൽ സുക്കൂനും ഇടുക. അങ്ങനെയാണ് 5 എന്ന് എഴുതുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും. അപ്പോൾ ഞാൻ സ്ട്രൈറ്റിൽ വെച്ച് എഴുതുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നിസ്കരിക്കുമ്പോൾ എവിടേക്ക് മുന്നിടണം? നിസ്കരിക്കുമ്പോൾ എവിടേക്കാണ് മുന്നിടേണ്ടത്? കിബിലയിലേക്ക്. അതിൽ 5ാമത്തെ ഷർത്ത് പറയുന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ കിബിലക്ക് മുന്നിടണം. അപ്പോൾ കിബിലക്ക് മുന്നിടണം എന്ന് എഴുതാം. അപ്പോൾ ഈ മുന്നിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് തിരിഞ്ഞ് നിൽക്കേണ്ടതെന്നാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നിസ്കരിക്കുമ്പോൾ നമ്മൾ എവിടേക്കാണ് തിരിഞ്ഞ് നിൽക്കേണ്ടത് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കിബിലയുടെ ഭാഗത്തേക്ക്, നമ്മുടെ കിബില എവിടെയാണോ ആ ഭാഗത്തേക്കാണ് തിരിഞ്ഞ് നിൽക്കേണ്ടത്, മനസ്സിലാക്കുക. അടുത്ത 3ാമത്തെ ചോദ്യം. നിസ്കാരത്തിൻ്റെ 3ാമത്തെ ഷർത്ത് ഏത്? ഞാൻ പറഞ്ഞില്ലേ ഓർഡറിൽ പഠിക്കണമെന്ന്. 3ാമത്തെ ഷർത്ത് ഏതാണ്? ഔറത്ത് മറക്കൽ. 3ാമത്തെ ഷർത്ത്. അപ്പോൾ അതാണ് അവിടെയൊക്കെ എഴുതാം. അപ്പോൾ ഇതുപോലെ 1, 2, 3 അങ്ങനെ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. എന്നാലേ നമുക്ക് ഇതുപോലെ ചോദ്യം വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. ഇനി എന്താണ്? നിസ്കരിക്കുന്നവർക്ക് എവിടെയെല്ലാം ശുദ്ധി വേണം? എവിടെയെല്ലാം ശുദ്ധി വേണം? അത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് അല്ലേ. ദേഹവും വസ്ത്രവും സ്ഥലവും. ദേഹം, വസ്ത്രം, സ്ഥലം, ഇതൊക്കെ ശുദ്ധി വേണം. നിസ്കരിക്കുന്നവൻ്റെ ദേഹവും വസ്ത്രവും സ്ഥലവും ശുദ്ധി വേണം. മനസ്സിലാക്കി എഴുതുക. അടുത്തത് 2 അശുദ്ധികൾ ഏതെല്ലാം? 2 അശുദ്ധികൾ ഏതെല്ലാം? ചെറുതും വലുതും. 2 അശുദ്ധികൾ, 1 ചെറുത്, 2 വലുത്. അങ്ങനെ തന്നെ മനസ്സിലാക്കി എഴുതുക. ചെറുതും വലുതും. അടുത്തത് എന്താണ്? നസ്അലുൽ ഉസ്താദ വനക്തബു. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉസ്താദിനോട് ചോദിച്ച് ഉത്തരം എഴുതാനാണ്. എന്താണ്? പുരുഷന്മാരുടെ ഔറത്ത് ഏതാണ് എന്നാണ്. പുരുഷന്മാരുടെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. അപ്പം അത് അറബി മലയാളത്തിൽ എഴുതുക നിങ്ങൾ. പുരുഷൻ്റെ ഔറത്ത് അവരുടെ മുട്ട് മുതൽ പൊക്കിൽ വരെയാണ്. പൊക്കിൽ മുതൽ മുട്ട് വരെ. അപ്പം നമ്മൾ പറയുന്ന രീതി മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പുരുഷൻ്റെ ഔറത്ത്. മനസ്സിലാക്കി എഴുതട്ടാ. അടുത്തത് എന്താണ്? സ്ത്രീയുടെ ഔറത്ത്. സ്ത്രീയുടെ ഔറത്ത് ശരീരം മുഴുവനും ഔറത്താണ്. സ്ത്രീക്ക് ശരീരം മുഴുവനും ഔറത്താണ്. എന്നാൽ നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം ഔറത്താണ്. മനസ്സിലാക്കി എഴുതാ. 2 എഴുതണം. ഇവിടെ സ്ത്രീയുടെ ഔറത്ത്. സ്ത്രീക്ക് ശരീരം മുഴുവനും ഔറത്താണ്. നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം ഔറത്താണ്. അടുത്തത് എന്താണ്? താഴെയുള്ള കളങ്ങൾ പൂർത്തീകരിക്കാനാണ്. ഷുറൂത്തി സ്വലാത്ത്. അപ്പോൾ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 എണ്ണം ഓർഡറിൽ ഇതേപോലെ നമ്പർ ഇട്ട് നേരത്തെ പോലെ കളങ്ങളാക്കിയിട്ട് തന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇത് തന്നെ വീണ്ടും പകർത്തി എഴുതാനാണ് അവിടെ പറയുന്നത്. അടുത്തത് നക്തുബ്, എഴുതാനാണ്. ശുദ്ധി എന്നതുപോലെ പകർത്തി എഴുതുക. പരിശുദ്ധം അത് എഴുതുക. അശുദ്ധി. അപ്പോൾ ഒക്കെ എഴുതുന്ന രീതി മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് 3 രീതിയിൽ തരും ശുദ്ധിന്ന്. മനസ്സിലാക്കുക. അടിയിൽ പുള്ളി വരുന്ന ഷാ ഇട്ടിട്ട് തരാം, പുള്ളില്ലാത്ത സീനിട്ടിട്ട് തരാം. ഏതാണ് ശരിയെന്ന് നമുക്ക് ചോദ്യം വരും. കിതാബത്തെ എക്സാം എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്, എഴുത്ത്. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അക്ഷരങ്ങൾ. ഇവിടെ ദാലും ഹായും വരുന്നുണ്ട് ശുദ്ധിന്ന് വരുമ്പോൾ. പിന്നെ ഷീനിന് പുള്ളിയുള്ള സീനാണ് വരുന്നത്. ഷീനാണ് വരുന്നത്. സീനിന് പുള്ളിയുണ്ട്, അപ്പോൾ ഷീനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നന്നായിട്ട് എഴുതി പഠിക്കുക, പറഞ്ഞ് പഠിക്കുക, ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ എഴുതി പഠിക്കുക. അപ്പോൾ എത്രയാണ് 6ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക.
ആർക്കെങ്കിലും 2ാം ക്ലാസ്സിൻ്റെ ട്യൂഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നെന്നെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. എക്സാം പെട്ടെന്ന് വരും. നമുക്ക് പാഠഭാഗങ്ങൾ സാവധാനേ പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എക്സാമിന് മുന്നോടിയായിട്ട് റിവിഷൻ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവരൊന്ന് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.